ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഉണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നിരാശയാണോ ഈ ശിക്ഷാവിധി? നിരാശയല്ലാതെ വേറെ എന്താണിപ്പോ ഞാൻ ചോദിക്കട്ടെ? ഇതിന് എന്താണ് പറയേണ്ടതെന്നറിയില്ല. ആദ്യമേ പറഞ്ഞു ആരും ഒന്നും മിണ്ടരുത് എന്ന് എല്ലാവരുടെയും വായടപ്പിച്ചു. എന്നിട്ട് ആരും ഒന്നും ഇതിനെതിരെ ഒരക്ഷരം സംസാരിക്കാൻ പാടില്ല. ഇതെന്ത് വിധിയാണിത്? ഇത്രയുള്ള ഒരു പെണ്ണിനെ നടുറോട്ടില് രാത്രി 4-5 പേർ കൂടി ചേർന്ന് ഒരു കാറിനുള്ളിൽ ഇത്രയും തോന്നിവാസം കാണിച്ച് അവളെ അവൾക്കാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ജീവപര്യന്തം ശിക്ഷ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥ ശിക്ഷ അതിജീവിതയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്, അതിജീവിതയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. നീ മരണം വരെ ഇത് ആലോചിച്ച് കിടക്ക്. അവരിപ്പോ ഈ 7 വർഷം കഴിഞ്ഞതിന്റെ ഇതൊക്കെ കഴിഞ്ഞ് അവര് വളരെ സ്മാർട്ടായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായി അവർ പുറത്തിറങ്ങി, അവർ വിവാഹമൊക്കെ കഴിച്ച് അവർ സുഖമായി ജീവിക്കട്ടെ. പക്ഷേ അതിജീവിത മരണം വരെ ഇത് ഓർത്ത് കരഞ്ഞ് 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 ജീവിതം തീർക്കട്ടെ എന്നാണ് ഈ വിധി കേട്ടപ്പോ, ഈ ശിക്ഷാവിധി കേട്ടപ്പോ എനിക്ക് തോന്നി. പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് നിരാശയുണ്ട്, പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്നാണ്. ഈ അടുത്ത ഘട്ടത്തിലേക്ക് പോകും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു അനീതിയാണിത്, എന്തൊരു അനീതിയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു പെൺകുട്ടിയെ 6 മണിക്ക് ശേഷം സഞ്ചരിക്കുന്ന ഏതൊരു പെണ്ണിനും ഇത്തരം ദുർഗതി ഉണ്ടാകും. അതൊന്നും അത്ര വലിയ ശിക്ഷ അർഹിക്കുന്നതല്ല. അതൊക്കെ ചില വർഷങ്ങൾ മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതി. കാരണം അയാളുടെ പ്രായം പരിഗണിക്കുന്നു, അയാളുടെ ജീവിതം പരിഗണിക്കുന്നു, അയാളുടെ അമ്മയെ കുറിച്ച് പരിഗണിക്കുന്നു. അവൾക്ക് അമ്മയും ഇല്ല, അവൾക്ക് ജീവിതവും ഇല്ല, അവൾക്ക് പ്രായവും ഇല്ല, അവൾക്ക് ഒന്നുമില്ല. ശരി, അനീതിയാണിത്, സഹിക്കാൻ പറ്റുന്നില്ല. ശരി ശരി. ശ്രീമതി ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണമാണ്. തികഞ്ഞ അനീതിയാണ് എന്നതാണ്, അതിജീവിതയാണ് ജീവപര്യന്തം തടവിന് വിധിച്ചത് എന്നതാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം. നിരാശാജനകമായ വിധി എന്നതിനെ പ്രോസിക്യൂഷൻ നേരത്തെയും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അടുത്ത കോർട്ടിലേക്ക് പോകും. പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ തന്നെയാണ്. അതാണ് അടുത്ത കോടതിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് നേരത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അജയ്കുമാർ പ്രതികരണമായി അറിയിച്ചത്.